ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് മാർച്ച് 1 വെള്ളിയാഴ്ച, മലയാള മാസം കുംഭം 17. വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. SFI യൂണിവേഴ്സിറ്റി യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് അരുൺ എന്നിവർ ഇന്നലെ രാത്രി കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു. മറ്റൊരു പ്രതി കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. 18 പ്രതികളിൽ 8 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല യൂണിയൻ പ്രസിഡന്റ്, മാനന്തവാടി താഴേക്കണിയാരം കേളോത്ത് വീട്ടിൽ K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി, മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശി അമൽ ഇഹ്സാൻ എന്നിവരാണ് ഇന്നലെ രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP TN സജീവിന് മുന്നിൽ കീഴടങ്ങിയത്. ഇരുവരും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുമാണ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന മറ്റൊരാളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ ആസൂത്രിതമായ നീക്കം നടന്നെന്ന കാര്യത്തിൽ ഇവരിൽ നിന്ന് നിർണായക മൊഴി പോലീസിന് ലഭിച്ചതായാണ് വിവരം. നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ആകെ 18 പ്രതികളുള്ള കേസിൽ ഇനി 8 പേരെ കൂടി പിടികൂടാനുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ DYSP TN സജീവാണ് അന്വേഷണ സംഘത്തലവൻ. കൂടാതെ മറ്റൊരു DYSPയും സംഘത്തിലുണ്ടാകും. 24 വയനാട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ പാറയ്ക്കൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഒപ്പം ഇനി പിടിയിലാകാനുള്ള 8 പേർ, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്നലെ പിടിയിലായ കസ്റ്റഡിയിലുള്ള ഈ 3 പേരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി പുറത്തു വന്ന വിവരങ്ങൾ? പ്രജിൻ, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ ചുമതലയേൽക്കുമെന്നതാണ്. നിലവിലെ അന്വേഷണ സംഘത്തലവൻ കൽപ്പറ്റ DYSP TN സജീവ് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തെയും നയിക്കുക. പക്ഷേ വയനാട് SP നേരിട്ട് മേൽനോട്ട ചുമതല നടത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ മറ്റൊരു DYSP കൂടി സംഘത്തിൽ ഉണ്ടാവുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് ആരാണ് എന്നൊരു അന്തിമ തീരുമാനം മാത്രം വന്നിട്ടില്ല. എന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള, കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലായത്. ഇതിൽ 2 പേർ കീഴടങ്ങുകയായിരുന്നു. അത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ യൂണിയൻ പ്രസിഡന്റായ മാനന്തവാടി താഴേക്കണിയാരം കേളോത്ത് വീട്ടിൽ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി, മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശി അമൽ ഇഹ്സാൻ എന്നിവരായിരുന്നു ഇന്നലെ രാത്രി 10 മണിയോടുകൂടി സ്റ്റേഷനിലെത്തി, അതായത് കൽപ്പറ്റ DYSPക്ക് മുൻപാകെ കീഴടങ്ങിയത്. അതിനിടയിൽ തന്നെ പോലീസ് ഒരാളെ, ഈ ആദ്യത്തെ 12 പേര് ഉൾപ്പെട്ട പ്രതിപട്ടികയിലുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ 3 പേരാണ് ഇന്നലെ രാത്രി പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഈ 3 പേരുടെ കയ്യിൽ നിന്നും നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗൂഢാലോചന ഈ സംഭവത്തിൽ നടന്നു, അത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു. മാത്രമല്ല, ഈ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചത് മർദ്ദിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് മർദ്ദിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബെൽറ്റ് അടക്കം ഉപയോഗിച്ച്, ആയുധങ്ങളടക്കം ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള മൊഴി ഈ പോലീസിന് പ്രതികൾ നൽകിയെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ 3 പ്രതികളുടെയും അറസ്റ്റ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയുടെ മരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമെന്ന് വെറ്ററിനറി യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി J. ചിഞ്ചുറാണി. കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആര് തെറ്റ് കാണിച്ചാലും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും വെറ്റിനറി സർവകലാശാല പ്രോ ചാൻസലർ കൂടിയുമായ J. ചിഞ്ചുറാണി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, കേരളത്തിലെ ഒരു കലാലയത്തിലാണ് 21 വയസ്സുള്ളൊരു പയ്യൻ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാവുകയും ഒരു മരണത്തിലേക്ക് ആ വിദ്യാർത്ഥിയെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് നമ്മുടെ ഒരു കലാലയത്തിൽ നടക്കാൻ പാടുള്ളതാണോ? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ പെട്ടെന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഞങ്ങൾ ബന്ധപ്പെട്ടു, വൈസ് ചാൻസലർ ബന്ധപ്പെട്ടു, പിന്നെ അവിടെയുള്ള മറ്റു ആൾക്കാരെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അടിയന്തരമായിട്ട് ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അറസ്റ്റും ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അതിൻ്റെ അന്വേഷണം എനിക്ക് തോന്നുന്നു ഇവിടം കൊണ്ട് പൂർണ്ണമാകില്ല.
കാരണം ഒരു മർദ്ദനം മാത്രമല്ല, കാരണം ഹോസ്റ്റലിന് മുന്നിൽ വച്ച് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം പോലീസ് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളടക്കം ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. 130 കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത്രത്തോളം ക്രൂരമായ ഒരു മർദ്ദനം നടത്താൻ എങ്ങനെ കഴിയുന്നു? ഇന്ന് കുട്ടികൾ കൂടുതൽ ക്രൂരത കാണിക്കുന്ന തരത്തിലേക്ക് അവരെല്ലാം വരുന്നു എന്നുള്ളതാണ്. അതിനൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. പ്രത്യേകിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല പഠിക്കുന്ന പയ്യൻ, മൃഗങ്ങളെ സ്നേഹിക്കുന്ന, എനിക്ക് വെറ്റിനറി തന്നെ മതി എന്ന് സ്വന്തം അമ്മയോട് തുറന്നു പറയുന്ന ഒരു പയ്യനായിരുന്നു സിദ്ധാർത്ഥ്. കർശനമായ നിലയിലുള്ളൊരു അന്വേഷണമാണ് നമ്മുടെ മുമ്പിൽ വേണ്ടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലും ഇത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അന്വേഷണം ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ എടുത്ത് അന്വേഷണം നടത്താനുള്ള ഏർപ്പാട് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സിദ്ധാർത്ഥിന് എന്ത് സംഭവിച്ചു എന്ന് രക്ഷിതാക്കളെ അറിയിച്ചില്ല. ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ചുമതല നിറവേറ്റിയില്ല. കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റ് അവർക്ക് സംഭവിച്ചത്, ഈ കുട്ടി മരണപ്പെട്ടു, ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് ആ രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. അവരത് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത്. സിദ്ധാർത്ഥിൻ്റെ കുടുംബം അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടുന്നത്, അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര കുറ്റവാളികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇന്നലെ രാത്രി ചേർന്നു. 125ഓളം സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ആദ്യ പട്ടികയിൽ ഉള്ളതെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും. ഒപ്പം സിനിമ, ക്രിക്കറ്റ് മേഖലയിൽ നിന്നുള്ള ചില പേരുകളും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സിനിമാ മേഖലയിൽ നിന്നും അക്ഷയ് കുമാർ, കങ്കണ റണൌട്ട് എന്നിവരും ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടെന്നാണ് സൂചന. കേരളത്തിലെ A+ മണ്ഡലങ്ങൾ അടക്കമുള്ള 8ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളും ഡൽഹി, തമിഴ്നാട്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ ചില പേരുകളും ഉൾപ്പെട്ടതായും വിവരമുണ്ട്. ഡൽഹിയിൽ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി എന്നീ മുതിർന്ന നേതാക്കളെ തഴഞ്ഞു. സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് അടക്കമുള്ള പുതുമുഖങ്ങളെ ഇത്തവണ രംഗത്തിറക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. സമരാഗ്നി യാത്ര സമാപിച്ചതോടെ കോൺഗ്രസ് മുഴുവൻ സമയ ഇലക്ഷൻ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ലാത്തതിനാൽ പ്രചാരണ രംഗത്ത് പിന്നിലാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് അണികൾക്കുണ്ട്. പാർട്ടിയിലെ ഒത്തൊരുമ ലക്ഷ്യമിട്ട് നടത്തിയ സമരാഗ്നി പൂർണ്ണ വിജയമോ എന്നും പാർട്ടി പരിശോധിക്കും. തിരുവനന്തപുരത്ത് ഇന്നലെ സമരാഗ്നി സമാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ വേഗം കോൺഗ്രസ് കൂട്ടി. ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ കൂടിയെത്തി രാത്രി വൈകിയും ചർച്ച നടന്നു. ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമില്ലാത്തതിനാൽ പ്രചരണം ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. LDF റോഡ് ഷോ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ആദ്യഘട്ട പ്രചരണത്തിൽ പിന്നിലായി പോകുമെന്ന പരാതി അണികൾക്കുണ്ട്. ഇതുൾപ്പെടെ പരിഹരിക്കുകയാണ് നേതാക്കളുടെ ലക്ഷ്യം. അതേസമയം പാർട്ടിയിൽ ഐക്യമൂട്ടിയുറപ്പിക്കാൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നടത്തിയ യാത്ര ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തുവെന്ന മുറുമുറുപ്പ് പാർട്ടിക്കുള്ളിലുണ്ട്. വാർത്താസമ്മേളനത്തിനിടെയുണ്ടായ K. സുധാകരന്റെ അസഭ്യ പരാമർശ വിവാദമാണ് ആദ്യം ജാഥയുടെ നിറം കെടുത്തിയത്. പിന്നാലെ ഹൈക്കമാൻഡിന് സതീശൻ പരാതി നൽകി. ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ സതീശൻ പങ്കെടുത്തില്ല. ഒടുവിൽ സമാപന സമ്മേളന വേദിയിലും ഇരുവരും തമ്മിലുള്ള സ്വാരസ്യം പരസ്യമായി. സീറ്റിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ് പോയ അണികളെ വിമർശിച്ച KPCC അധ്യക്ഷനെ പ്രതിപക്ഷ നേതാവ് തിരുത്തി. ഇതും പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി MK രാഘവൻ MP കോഴിക്കോട് മണ്ഡലത്തിൽ നയിക്കുന്ന ജനഹൃദയ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 9 മണിക്ക് കട്ടിപ്പാറയിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 9 വരെയാണ് യാത്ര നടക്കുക. K. സുധാകരൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെയും UDFന്റെയും മുതിർന്ന നേതാക്കൾ ജാഥയുടെ ഭാഗമായി ജില്ലയിലെത്തും.
MP എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. സംസ്ഥാനം പരീക്ഷാ ചൂടിലേക്ക് +1, +2 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. SSLC പരീക്ഷകൾ തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. +1-ൽ 4,14,159 പേരും +2-ന് 4,41,213 പേരുമാണ് പരീക്ഷ എഴുതുക. ഈ മാസം 26 വരെയാണ് പരീക്ഷ നടക്കുക. 2017 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ആകെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 1994 പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിലും 8 കേന്ദ്രങ്ങൾ വീതം ഗൾഫ് മേഖലയിലും ലക്ഷദ്വീപിലുമാണ്. 6 പരീക്ഷാ കേന്ദ്രങ്ങൾ മാഹിയിലും സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിലെ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ അസ്ഥികൂടം തലശ്ശേരി സ്വദേശിയുടേതാണെന്ന സംശയത്തിലാണ് പോലീസ്. സമീപത്തു നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉടമയെ ചുറ്റിപ്പറ്റിയാണ് നിലവിൽ അന്വേഷണം. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടമയുടെ ചെന്നൈയിലുള്ള ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. 2017 മുതൽ ഇയാളെ കാണാനില്ലെന്ന് കുടുംബം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ യുവാവിന്റെ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് എത്തി അന്വേഷണവുമായി സഹകരിക്കും. അതേസമയം വിശദമായ പരിശോധന നടത്തിയാലേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ ആന ബസ് തടഞ്ഞു. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട് RTC ബസ് പടയപ്പ 1 മണിക്കൂറോളം തടഞ്ഞത്. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, മതപ്പാടുള്ള ആനയാണ്, ഇപ്പോൾ വീണ്ടും ഒരു ബസ് തടയുന്ന, അതും സംസ്ഥാന പാതയിൽ. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്? ഒരാഴ്ചയ്ക്ക് നേരെ 3-ാം തവണയാണ് പടയപ്പ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇത് ഇന്നലെ രാത്രിയിൽ മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടയ്ക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് RTC ബസ്സിന് നേരെയാണ് പടയപ്പ പാഞ്ഞെടുക്കുകയും അതിന്റെ ചില്ല് കേടുപാട് വരുത്തുകയും ചെയ്തിരിക്കുന്നത്. മതപ്പാടിലുള്ളത് കൊണ്ട് തന്നെ പടയപ്പ കൂടുതൽ അക്രമകാരിയാണ്, കൂടുതൽ പരിഭ്രാന്തനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണിക്കൂറോളം ഈ സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് RRT സംഘം എത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ആന. നയമക്കാട് 8-ാം മൈലിൽ വെച്ചാണ് ഈ സംഭവം, പടയപ്പയുടെ പരാക്രമം നടക്കുകയും ചെയ്തിരിക്കുന്നത്. നയമക്കാടിനും തലയാറിനും ഇടയിലുള്ള മേഖലയിൽ ആന ഇപ്പോഴും തുടരുകയാണ്. വീണ്ടും അത് ജനവാസ മേഖലയിലും അതുപോലെ തന്നെ ഈ റോഡിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം വനം വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരത്ത് BPCL നിർമ്മിക്കുന്ന പുതിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും. പ്ലാന്റ് നിർമ്മിക്കാൻ BPCLന് 10 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ബ്രഹ്മപുരത്ത് BPCL നിർദ്ദേശിച്ച ഭൂമി തന്നെയാണ് CBG പ്ലാന്റിനായി കൈമാറുന്നത്. 2025 മാർച്ചിൽ പ്ലാന്റ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പ്ലാന്റിന്റെ കാലാവധി കണക്കാക്കുന്ന 25 വർഷക്കാലം ഭൂമിയുടെ നടത്തിപ്പും സംരക്ഷണാവകാശവും BPCLന് നൽകുന്നതാണ് കരാർ. ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചു. കൊച്ചി കോർപ്പറേഷൻ 10 ഏക്കർ ഭൂമി സൗജന്യമായി അവർക്ക് നൽകാൻ തീരുമാനിച്ചാൽ ആ സമയം തന്നെ ഈ തീരുമാനം വന്നാൽ സംസ്ഥാന സർക്കാർ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ BPCL നിർമ്മാണം നടത്താൻ ആവശ്യമായ എല്ലാ അനുമതികളും ഒറ്റ അടിക്ക് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 110 കോടി എസ്റ്റിമേറ്റ് കണക്കാക്കുന്ന പദ്ധതിക്ക് പ്ലാന്റ് നിർമ്മാണം ഉൾപ്പെടെ ആദ്യഘട്ട ചെലവായി 81 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. വർഷം തോറും 10 കോടി വരെ പ്രവർത്തന ചെലവായും കണക്കാക്കുന്നുണ്ട്. 150 ടൺ ഖരമാലിന്യ സംസ്കരണ ശേഷിയാണ് പറയുന്നതെങ്കിലും 180 ടൺ വരെ സംസ്കരിക്കാൻ സാധിക്കും. 150 ടൺ മാലിന്യം സംസ്കരിക്കുന്നതിലൂടെ 6 ടൺ CBGയും 25 ടൺ ജൈവവളവും ഉൽപ്പാദിപ്പിക്കാനാവും. ഇത് വിൽപ്പന നടത്തി വർഷം 14 കോടി വരുമാനം നേടുകയെന്നതാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. 24 കൊച്ചി. തറക്കല്ലിട്ട് 4 വർഷത്തിനു ശേഷം കാസർഗോഡ് മുളിയാറിലെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ആരംഭിച്ചെങ്കിലും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആഘോഷത്തോടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ദുരിതബാധിതരുടെ പുനരധിവാസം ഇന്നും അകലെയാണ്. 2015 പ്രഖ്യാപിച്ച് 2020 തറക്കല്ലിട്ട പദ്ധതിയുടെ 25% നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. തറക്കല്ലിട്ട് 10 മാസം കൊണ്ട് ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പദ്ധതി ഇഴഞ്ഞു നീങ്ങിയത് 3 വർഷം. എന്നിട്ടും വലിയ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം.
അതിൻ്റെ എസ്റ്റിമേറ്റ് ആദ്യം തയ്യാറാക്കിയത് പിന്നെ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം നിർമ്മാണ പ്രവർത്തികൾക്ക് സാധാരണഗതിയിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാലതാമസം ഇതിനുണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ മറ്റ് നിർമ്മാണം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ട് വേണം, ടെൻഡറും എല്ലാം വേണമല്ലോ. ദുരിതബാധിതർക്കായി കെയർ ഹോം, ലൈബ്രറി, ഫിസിയോതെറാപ്പി സെന്റർ, ക്ലാസ് മുറികൾ, നൈപുണ്യ വികസന കേന്ദ്രം, താമസ സൗകര്യം എന്നിവ ഉൾപ്പെടുന്നതാണ് പുനരധിവാസ കേന്ദ്രം. നിലവിൽ പ്രവർത്തനം തുടങ്ങിയത് ക്ലിനിക്കൽ സൈക്കോളജി, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്കുകൾ മാത്രം. ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള പദ്ധതി പൂർണ്ണതലത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. 24 കാസർഗോഡ്. കൊട്ടാരക്കര പള്ളിക്കൽ ദേവീക്ഷേത്രത്തിൽ പതിവ് തെറ്റാതെ ഈ വർഷവും പടയണി നടന്നു. ഇലന്തൂർ പടയണി സംഘമാണ് ഭക്തി നിറവിൽ കോലങ്ങൾ കെട്ടിയാടിയത്. കവുകിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറഞ്ഞിറങ്ങുന്നതാണ് പടയണി. പത്തനംതിട്ട ഇലന്തൂർ ദിലീപും സംഘവുമാണ് 7 വർഷമായി ക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിച്ചു വരുന്നത്. തീവെട്ടികളുടെയും ഓലച്ചൂട്ടുകളുടെയും വെളിച്ചത്തിലാണ് കോലങ്ങൾ വാദ്യമേളങ്ങളോടെ പടയണിക്കോലങ്ങൾ ഉറഞ്ഞു തുള്ളിയത്. ഇന്ന് ഈ പടയണി കളത്തിൽ പ്രകൃതി ദേവതകളായ പിശാചുകോലവും, മറുതാക്കോലവും, യക്ഷിക്കോലവും, കാലൻകോലവും, ഭൈരവിയും പക്ഷിക്കോലങ്ങളും ഇന്ന് ഈ കളം നിറഞ്ഞ് ആടുന്നതായിരിക്കും. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. ദാരികനെ വധിച്ചിട്ടും കോപം തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കാൻ ശിവനിർദ്ദേശത്താൽ ഭൂതഗണങ്ങൾ കോലം കെട്ടി ഉറഞ്ഞു തുള്ളിയതിന്റെ സ്മരണയാണ് ഈ കലാരൂപമെന്നാണ് ഐതിഹ്യം. 24 കൊല്ലം. പാലക്കാട് നെന്മാറയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടം നോക്കുകുത്തിയായി മാറുന്നതായി ആക്ഷേപം. നെന്മാറ AK നഗറിലെ ഹാൾ നിർമ്മാണമാണ് ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പാതിവഴിയിൽ നിലച്ചത്. കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന് നാട്ടുകാർ പറയുന്നു. 2019 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണിത്. ഒരേ സമയം 1000 പേർക്ക് ഇരിക്കാവുന്ന ഹാളും 500 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളും ഉൾപ്പെടെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിനായി ഇതുവരെ 3.5 കോടിയോളം രൂപ ചെലവഴിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി. ഇപ്പോൾ പറയുന്നത് ഫണ്ട് ഷോർട്ടേജ് കാരണം പണി നടത്താൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. പക്ഷേ അതുകൊണ്ടുള്ള ദുരനുഭവങ്ങൾ കുറേ ഉണ്ട്. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധ ശല്യമെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പണി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ കാര്യം പോലീസിൽ അറിയിച്ചിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിലും മറ്റും ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പൂർത്തീകരിക്കേണ്ട സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് കണ്ടു തന്നെ അറിയണം. അത് പൂർത്തിയാവുന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരും ജനങ്ങളും ഇവിടെ. കെട്ടിടത്തിന്റെ പണി വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 2 കോടിയോളം രൂപ ഇനിയും ആവശ്യമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 24 പാലക്കാട്. ഇനി കായിക വാർത്തകൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്നിറങ്ങും. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സർവീസസ് ആണ് എതിരാളികൾ. രാവിലെ 10 അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് ക്വാർട്ടറിലേക്ക് മുന്നേറുക. നിലവിൽ 7 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ് കേരളം. 9 പോയിന്റുമായി സർവീസസ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. ശ്രേയസ് അയ്യരെയും ഇഷാൻ കിഷനെയും BCCI വാർഷിക കരാറിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇന്ത്യൻ മുൻ താരം ഇർഫാൻ പഠാൻ. ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങൾക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവും എന്നാണ് പഠാന്റെ വിമർശനം. BCCI നിർദ്ദേശം അവഗണിച്ച രഞ്ജി ട്രോഫിയിൽ കളിക്കാതിരുന്നതോടെയാണ് ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരെയും വാർഷിക കരാറിൽ നിന്ന് BCCI പുറത്താക്കിയത്. ദേശീയ ടീമിൽ ഇല്ലാത്തപ്പോൾ താരങ്ങൾ നിർബന്ധമായും രഞ്ജി കളിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് വാർഷിക കരാർ പ്രഖ്യാപിച്ചുള്ള വാർത്താക്കുറിപ്പിൽ BCCI സെക്രട്ടറി ജയ്ഷ.
തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് കമന്റേറ്റർ ഹർഷ ബോഗ്ലെ അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ തീരുമാനത്തിനു പിന്നിലെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യൻ മുൻ താരം ഇർഫാൻ പഠാൻ. രഞ്ജിയിൽ കളിക്കാത്തതിനാണ് ഇഷാനും ശ്രേയസിനും കരാർ നിഷേധിച്ചത്. ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങൾ ടെസ്റ്റ് കളിക്കാനേ ഇല്ലെന്ന് പറയുന്നു. ഇനി ദേശീയ ടീമിനായി കളിക്കാത്തപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലെ വൈറ്റ് ബോൾ മത്സരങ്ങളിൽ ഹാർദിക് കളിക്കേണ്ടതല്ലേ? അതോ ആ നിയമം ഹാർദിക്കിന് ബാധകമല്ലേ? നിയമങ്ങൾ ചിലർക്ക് മാത്രമായിട്ടാണ് ഉള്ളതെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിൽ എത്തില്ലെന്നും ഇർഫാൻ സമൂഹമാധ്യമത്തിലൂടെ കുറ്റപ്പെടുത്തി. ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ജയ്ഷാ നാട്ടുകാരനായ ഹാർദിക്കിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് ഇർഫാൻ പഠാന്റെ വിമർശനം. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ആരോപണവുമായി അടൂർ പ്രകാശ് MP. 1,72,000 കള്ളവോട്ടുകൾ ഉൾപ്പെട്ടു എന്ന പരാതി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് പരാതി നൽകിയെന്നും അടൂർ പ്രകാശ് 24-നോട്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. റോഡിലിറങ്ങിയ ആന തമിഴ്നാട് RTC ബസ് 1 മണിക്കൂറോളം തടഞ്ഞു. സംഭവം മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥൻ വധക്കേസിൽ തെളിവെടുപ്പ് ഇന്ന്. വെട്ടിക്കൊലപ്പെടുത്തിയ പെരുവട്ടൂർ ശ്രീപുരം ക്ഷേത്ര പരിസരത്ത് പ്രതി അഭിലാഷിനെ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടക്കുക. പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.